കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 8 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രതിരോധ സേനാംഗങ്ങൾക്കായുള്ള വീടുകൾ സമർപ്പിച്ച് ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് ആൽ ഖലീഫ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ 57ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വാദി അൽ സെയിലിലും ഗലായിലും നടന്ന പരിപാടി കിരീടാവകാശിയുടെ അധ്യക്ഷതയിലാണ് സംഘടിപ്പിച്ചത്. ബഹ്റൈൻ പൗരന്മാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത രീതി ഉറപ്പാക്കുന്നതിലുള്ള ബഹ്റൈൻ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വീട് നിർമ്മാണ പദ്ധതി. സൈനിക ഉദ്യോഗസ്ഥരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിൽ ഈ സംരംഭത്തിന്റെ പ്രാധാന്യത്തെയും കിരീടാവകാശി ചടങ്ങിൽ എടുത്തു പറഞ്ഞു. പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും BDF നിലനിർത്തുന്ന സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തെയും കിരീടാവകാശി അഭിനന്ദിച്ചു. നാഷണൽ ഗാർഡ് കമാൻഡർ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ഹിൻ ഈസ അൽ ഖലീഫ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും റോയൽ ഗാർഡ് കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് ആൽ ഖലീഫ, സ്റ്റാഫ് കമാൻഡർ ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമദ് ആൽ ഖലീഫ എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ വിമൻസ് ഫോറം താഴ്ന്ന വരുമാനമുള്ള സ്ത്രീകൾക്കായി ഫണ്ട് സംഘടിപ്പിച്ചു. ആൻഡലസ് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ 40ഓളം പേർ പങ്കെടുത്തു. വിവിധ ഗെയിമുകൾ ഉൾപ്പെടുത്തിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉച്ചഭക്ഷണ പൊതികളും സമ്മാന ഹാമ്പറുകളും വിതരണം ചെയ്തു. വിമൻസ് ഫോറവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 32225044 അല്ലെങ്കിൽ 39587681 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിനിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഡെസേർട്ട് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാക്കിർ ഡെസേർട്ട് ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ജോജിഷ് മേപ്പയ്യൂർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ രാജീവ് കോഴിക്കോടും സുബീഷ് മടപ്പള്ളിയും എന്റർടൈൻമെന്റ് സെക്രട്ടറി വികാസും ചേർന്ന് മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി വിവിധ കലാമത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. മുതിർന്നവരും കുട്ടികളും അടങ്ങുന്ന 200-ൽ പരം ആളുകൾ പങ്കെടുത്ത വിന്റർ ക്യാമ്പിൽ വൈവിധ്യമാർന്ന ഭക്ഷണവും ഒരുക്കിയിരുന്നു. ട്രഷറർ റിഷാദ് വലിയകത്ത് നന്ദി രേഖപ്പെടുത്തി. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ എല്ലാ വർഷവും നടത്തിവരുന്ന 3 നോമ്പാചരണം 2025 ഫെബ്രുവരി 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് കത്തീഡ്രലിൽ വച്ച് നടക്കും. ഈ വർഷത്തെ വചന ശുശ്രൂഷയ്ക്ക് പ്രമുഖ കൺവെൻഷൻ പ്രാസംഗികനും മട്ടാഞ്ചേരി കൂനൻ കുരിശുപള്ളി മാനേജരുമായ റവറൻ ബെഞ്ചമിൻ തോമസ് റംബാൻ നേതൃത്വം നൽകും. ഇതോടൊപ്പം നടക്കുന്ന ഗാന ശുശ്രൂഷയ്ക്ക് കത്തീഡ്രൽ ഗായക സംഘം നേതൃത്വം കൊടുക്കുമെന്നും കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ, സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി PN, ട്രസ്റ്റി സജി ജോർജ്, സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ എന്നിവർ അറിയിച്ചു. ബഹ്റിൻ പ്രതിഭയുടെ നേതൃത്വത്തിൽ നടന്ന MT അനുസ്മരണം അനീഷ് നിർമ്മലൻ നിർവഹിച്ചു. സാഹിത്യ വിഭാഗം എക്സിക്യൂട്ടീവ് അംഗം ഷെർലി ടീച്ചർ MTയുടെ കഥ അവതരിപ്പിച്ചു. ഇതോടൊപ്പം കാടായിരുന്നു നമ്മുടെ വീട് എന്ന യഹിയ മുഹമ്മദിന്റെ കവിതാ പുസ്തകം പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രകാശനം ചെയ്തു. പ്രതിഭ ലൈബ്രറിയൻ അനിൽ KP പ്രകാശനം ചെയ്ത പുസ്തകം സ്വീകരിച്ചു. വത്സരാജ് പുസ്തക പരിചയം നടത്തി. സാഹിത്യവേദി കൺവീനർ ധന്യ വയനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് വീരച്ചേരി സ്വാഗതവും പ്രമോദ് ആശംസയും അഷ്റഫ് മാളി നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും RMPIയും സംയുക്തമായി ഹൃദ്യം 2025 അറ്റ് ഷാഫി പറമ്പിൽ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് ഫെബ്രുവരി 22 നടക്കുന്ന പരിപാടിയിൽ വടകര MP ഷാഫി പറമ്പിൽ, മുസ്ലിം ലീഗ് നേതാവും മുൻ കുറ്റ്യാടി MLAയുമായ പാറക്കൽ അബ്ദുള്ള, RMPI സംസ്ഥാന സെക്രട്ടറി K വേണു തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ KC ഷമീം നടുവണ്ണൂരിനെ ചെയർമാനായും PK ഇസ്ഹാക്കിനെ ജനറൽ കൺവീനറായും 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ബഹ്റിനിലെ വിശ്വകലാ സാംസ്കാരിക വേദിയുടെ 2025 പ്രവർത്തന വർഷത്തെ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. മനാമ കന്നഡ സംഘയിൽ വച്ച് നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അശോക് ശ്രീശൈലം പ്രസിഡന്റ്, അനിൽകുമാർ KB ജനറൽ സെക്രട്ടറി, സുരേഷ് ആചാര്യ ട്രഷറർ എന്നിവർ മുഖ്യഭാരവാഹികളായുള്ള കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ഗോകുൽ പുരുഷോത്തമൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കുമാർ P, ജോയിന്റ് സെക്രട്ടറി രാജൻ താമ്പള്ളി, അസിസ്റ്റന്റ് ട്രഷറർ വിജയൻ PT, കലാവിഭാഗം സെക്രട്ടറി ശ്രീജിത്ത് P ശശി, സാഹിത്യ വിഭാഗം സെക്രട്ടറി ഷിജേഷ് CK, പരമ്പരാഗത വിഭാഗം സെക്രട്ടറി സജീവൻ TK, കായിക വിഭാഗം സെക്രട്ടറി ശശി MK, മെമ്പർഷിപ്പ് സെക്രട്ടറി ദിലീപ് കുമാർ, ചീഫ് കോർഡിനേറ്റർ വിജീഷ് MM, ഇന്റേണൽ ഓഡിറ്റർ ഉണ്ണികൃഷ്ണൻ PK, കോർ കമ്മിറ്റി അംഗം സുരേഷ് CS, രാജൻ MS, ശിവദാസൻ PR എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. കുതിരയുടെ കടിയേറ്റ് 5% ശാരീരിക വൈകല്യം സംഭവിച്ച ബഹ്റിനി സ്ത്രീക്ക് 3000 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ രാജ്യത്തെ ഹൈ സിവിൽ കോടതി ഉത്തരവിട്ടു. കുതിരാലയത്തിന്റെ ഉടമ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വിധി. ഈ കുതിരാലയത്തിൽ ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതിനിടെ ഇതേ സ്ഥാപനത്തിലെ മറ്റൊരു കുതിരയാണ് സ്ത്രീയെ ആക്രമിച്ചത്. കുതിരപ്പുറത്തു നിന്ന് താഴെ വീണ യുവതിയെ കുതിര കടിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ സ്ത്രീക്ക് 5% ശാരീരിക വൈകല്യം സംഭവിച്ചതായി മെഡിക്കൽ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരുന്നു. കുതിരയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ഉടമ സംഭവത്തിന് ഉത്തരവാദിയാണെന്ന് ഉത്തരവിൽ പറയുന്നു. സ്ത്രീക്ക് ഭൗതിക നഷ്ടപരിഹാരമായി 2500 ദിനാറും ധാർമ്മിക നഷ്ടപരിഹാരമായി 500 ദിനാറും നൽകാനാണ് ഉത്തരവ്. തൃശൂർ ഹിൽപ്പാടി കൂട്ടാല സ്വദേശിനി സുമിത സുന്ദരൻ ബഹ്റിനിൽ നിര്യാതയായി. 46 വയസ്സായിരുന്നു പ്രായം. 14 വർഷമായി ബഹ്റിനിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവ് മേലേടത്ത് തെക്കേടത്ത് സുന്ദരൻ, മാതാവ് കമലം. മക്കൾ ശബരിനാഥ്, ശരൺ. ICRF പ്രവർത്തകർ എംബസിയുമായി കോർഡിനേറ്റ് ചെയ്ത് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി ഷാജഹാൻ ഷെയ്ഖ് ഓടം ബഹ്റിനിൽ നിര്യാതനായി. 67 വയസ്സായിരുന്നു പ്രായം. സൽമാനിയ പാകിസ്ഥാൻ ഗാരേജിനടുത്ത് കോൾഡ് സ്റ്റോർ നടത്തുകയായിരുന്നു. അൽനൂർ സ്കൂളിലെ അധ്യാപിക ഷഹന മകളാണ്. ഭാര്യ റജുല.